ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചട്നിയാണ്. തക്കാളി ഉപയോഗിച്ചിട്ടുള്ള ചട്നിയാണ്. തക്കാളി ചട്നിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത്. തക്കാളി ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെയായിട്ട് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഉഴുന്നപ്പരിപ്പാണ്. ഉഴുന്നുപരിപ്പ് നന്നായി കഴുകിയ ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി അല്ലിയുമാണ്. ഒരു 15 ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി അല്ലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും ചേർത്ത് കൊടുത്തിട്ട് ആ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്നിട്ട് വരുന്നത് വരേക്കും നമുക്ക് വഴറ്റി തന്നെ കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് വഴന്നിട്ട് വരട്ടെ. നമ്മളിതിപ്പോൾ തക്കാളി ചട്നി തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് തക്കാളിയാണ്. പിന്നെ ചെറിയുള്ളി എത്രത്തോളം ഇടുന്നോ അത്രത്തോളം നമ്മുടെ ചട്നിക്ക് ടേസ്റ്റ് കൂടുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ഞാനിപ്പോൾ ഇവിടെ ക്രഷ്ഡാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രഷ്ഡ് ചില്ലി അഥവാ നമ്മുടെ വറ്റൽമുളകുണ്ടല്ലോ അത് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വറ്റൽമുളക് ഇതുപോലെ ചതച്ചതല്ല നമുക്ക് ചേർക്കുന്നത് വെച്ചാൽ 3-4 വറ്റൽമുളക് ചേർക്കാവുന്നതാണ്. എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ ചതച്ച വറ്റൽമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, 2 എണ്ണം അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടെടുക്കണം. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്നിട്ട് വരണം. തക്കാളി ചട്നിക്ക് എപ്പോഴും പഴുത്ത തക്കാളി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. നല്ല പഴുത്ത തക്കാളി ഉപയോഗിച്ച് ചട്നി ഉണ്ടാക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം നല്ല പഴുത്ത തക്കാളി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴന്നിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളി വഴറ്റുന്ന സമയത്തോ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ അത് അരച്ചെടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് തക്കാളി വഴന്ന് വരുമ്പോഴോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിത് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നാക്കി തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം അരച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ തക്കാളി ചട്നിയുടെ മിക്സൊക്കെ നന്നായിട്ടും തണുത്ത് വന്നിട്ടുണ്ട്. അത് ഞാനിവിടെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇവിടെ 3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി അത് ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ കായപ്പൊടി കരിഞ്ഞു പോകുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ചട്നിയുടെ ആ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി. നമ്മുടെ വറവ് താളിച്ചതിലേക്ക് നമ്മുടെ തക്കാളി ചട്നിയുടെ മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെ നല്ലൊരു സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ നമ്മുടെ ഈ തക്കാളി ചട്നി. അപ്പോൾ ചട്നി ഇതുപോലെ തയ്യാറാക്കിയില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്